മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങളുണ്ട്. ഒരു മുഖം മുതൽ 32 മുഖമുള്ള രുദ്രാക്ഷം എല്ലാം ഒറ്റ പ്ലാന്റിലുണ്ടാകുന്നത്. ഒരു മുഖം വളരെ റെയറായിട്ട് ഉണ്ടാകാറുള്ളൂ. അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ലക്ഷങ്ങൾ വില വരും അല്ലേ? അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ 2 ഫോട്ടോ ഉണ്ട്. ഫോട്ടോ സഹിതം കാണിച്ചു തരാം. ഈ ലക്ഷങ്ങൾ വില വരുന്നതല്ല, അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഭാഗ്യം അങ്ങനെ എന്തോ ഉണ്ടാകും. അതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ജാതകമൊക്കെ നോക്കി കഴിയുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് പവർ കൂടുതലാണ്. ഈ രുദ്രാക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ രുദ്രാക്ഷത്തിന് ഒരു പവറുണ്ട്. അതിനെ അവരാണ് പോസിറ്റീവ് എനർജി. നമ്മൾ നഖത്തിൻ്റെ മുകളിൽ നഖം വെച്ചിങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ അത് കറങ്ങും. അതാണ് പോസിറ്റീവ് എനർജി. ആ എനർജി ഒരിക്കലും റെഡ്യൂസായി പോവില്ല, അത് വെടിഞ്ഞു പോവില്ല, കുത്തിനെടുത്ത് പോവില്ല. അങ്ങനത്തെ ഒരു ചീസ്, അങ്ങനത്തെ ഒരു സാധനം രുദ്രാക്ഷം മാത്രമേ ഉള്ളൂ. അത് കറങ്ങാനുള്ള കാരണം വെച്ച് ഇതുണ്ട്. ഞാൻ ഈ രുദ്രാക്ഷത്തിലൊരു ഇത് കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ട്, കണ്ണിൻ്റെ ഒരു ആകൃതി ഉണ്ടോ? കണ്ണിൻ്റെ ഇവിടെ കാണിച്ച് ഇത് കണ്ടോ? കണ്ടോ? ഈ കണ്ണിൽ തന്നെ ഉള്ള പവർ, കണ്ണിന് പവറുണ്ട്. ആ പവർ രുദ്രാക്ഷത്തിലുണ്ട്. അതുകൊണ്ടാണ് അത് രുദ്രാക്ഷം ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ആളുകളെല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രുദ്രാക്ഷങ്ങളുണ്ട്. നമ്മൾ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ ശരീരത്തിൽ രുദ്രാക്ഷം കാണാറില്ലേ? കണ്ടിട്ടുണ്ടോ? അവർ ധരിക്കുന്നത് കോമൺ ആയിട്ടുള്ള ഒരു രുദ്രാക്ഷമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മുഖവും 5 മുഖവും 6 മുഖം. അതിൽ ഏത് വേണമെങ്കിലും ആർക്കും ഉപയോഗിക്കാവുന്ന അതിൻ്റെ ബെനിഫിറ്റാണിത്. ഓക്കെ, അതിൻ്റെ ബെനിഫിറ്റ് എന്താ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ വലുതാക്കി? എക്സ്പ്ലെയിൻ ചെയ്യണ്ട, ഫോട്ടോ എടുത്തില്ലേ? ഫോട്ടോ വീഡിയോ എടുത്തു. അതെടുത്താൽ മതി. ഓക്കെ 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 എടുത്തില്ലേ? അതാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അതായത് പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ആർക്കും ഉപയോഗിക്കുന്നത്. അതായത് നമ്മളെ വായിച്ച് കേൾപ്പിക്കുക. Remove negative energy, protects from various disease, increase concentration, enhance spiritual growth, alleviate anxiety and stress. കാരണം ഇത് ആളുകൾ നമുക്കൊരു തെറ്റിദ്ധാരണ പറഞ്ഞു. ഇതൊരു മഹർഷികൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സംഭവം അല്ലേ? ഇതിനെ രുദ്രാക്ഷങ്ങളുടെ ഒക്കെ ഗുണം. അത് രുദ്രാക്ഷത്തിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ മേളയിൽ എന്തായിരുന്നു, കുംഭമേള, ഞാൻ ആ ഏരിയയിലുണ്ടായിരുന്ന, ഈ UP-യിലൊക്കെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന. അപ്പോൾ അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവരിത് ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ ഇതിൽ പവറുണ്ട്. ആ പവർ ശക്തിയിൽ നമ്മൾ ധരിച്ചാലും ഉണ്ടാവും. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ആളുകൾ പറയാറുണ്ട് പെണ്ണുങ്ങൾക്ക് തൊടാൻ പാടില്ലെന്ന്. പെണ്ണുങ്ങൾക്ക് ഈ പറയുന്ന പവറെല്ലാം വേണ്ടേ? പിന്നെ ഇറച്ചി മീനും കഴിച്ചിട്ട് തൊടാൻ പാടില്ലെന്ന്. അതൊക്കെ അന്ധവിശ്വാസമാണ്, നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ശരിയല്ലേ? ഞാൻ ഇറച്ചി മീനെല്ലാം കഴിക്കുന്ന ആളാണ്. എന്നാൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കറങ്ങാതിരിക്കണം, ഞാൻ ഉപയോഗിക്കാതിരിക്കണേ. അത് കറങ്ങുന്നതിന് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? നഖത്തിൻ്റെ മുകളിൽ വെക്കും അല്ലേ?